നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. 2024 സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് നല്ല സമയമോ അതോ മോശ സമയമെന്ന് നമുക്ക് നോക്കാം. 2024 സെപ്റ്റംബർ മാസം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും, 12 രാശികളിലായി വരുന്ന നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായി എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വിദ്യാഭ്യാസ നേട്ടം, അതുപോലെ തൊഴിൽ രംഗത്ത് പുരോഗതി, ആഗ്രഹിച്ച തൊഴിൽ നേട്ടം എന്നിവയൊക്കെ ലഭിക്കുന്ന കൂറുകാരുണ്ട്. ഓരോരുത്തരുടെയും ഫലങ്ങൾ നമുക്ക് നോക്കാം. ജ്യോതിഷ സംബന്ധമായ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. 2024 സെപ്റ്റംബർ മാസം ഓണമാസം ആയതിനാൽ ഏറെ പ്രത്യേകതകൾ ഉള്ള ഒരു മാസമാണ്. ജ്യോതിഷപരമായും പ്രത്യേകതകൾ ഉള്ള ഒരു സമയം, ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം. പുതിയ നൂറ്റാണ്ട് തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം നമുക്ക് നോക്കാം. 12 രാശിക്കാർക്കും ഈ മാസഫലം നല്ലതാണോ അതോ മോശമാണോ അതോ ഗുണദോഷ സമ്മിശ്രമാണോ എന്ന് നമുക്ക് നോക്കാം. പ്രതികൂല സാഹചര്യങ്ങളും തൊഴിൽ തടസ്സങ്ങളും മാറുന്ന രാശിക്കാരുണ്ട്. ചില കൂറുകാരുടെ ബിസിനസ് മെച്ചപ്പെടും, ചില കൂറുകാർക്ക് വാഹനയോഗമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കൈവരിക്കുന്ന കൂറുകാരുണ്ട്. നിങ്ങൾക്ക് 2024 സെപ്റ്റംബർ മാസം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് വിശദമായി ഓരോരുത്തരുടെയും നമുക്ക് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക അവസാനത്തെ കാൽഭാഗമാണ്. മേടക്കൂറുകാർ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗക്കാർക്ക് 5ാം ഭാവത്തിൽ ബുധനും സൂര്യനും ശുക്രനുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറെ ഉത്തമമായ സമയമാണ് വരുന്നത്. പഠന സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. വീട് വാങ്ങാനും ഭൂമി വാങ്ങാനും നല്ല സമയമാണ്. സാമ്പത്തികം മെച്ചപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകും. കൃഷിയിൽ പുരോഗതി ഉണ്ടാകും. തടസ്സങ്ങൾ മാറിക്കിട്ടും. കേസുകൾ ഉള്ളവർക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് വിജയമുണ്ടാകും. അടുത്തത് ഇടവക്കൂറ്. കാർത്തിക അവസാനത്തെ മുക്കാല്, രോഹിണി, മകയിരം ആദ്യത്തെ കാൽഭാഗം. ഇതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാരിൽ നല്ല സമയമാണ്. അതായത് സാമ്പത്തികമായും മാനസികമായും വരുന്ന ബുദ്ധിമുട്ടുകൾ മാറി നല്ല സമയം വരുമെന്ന് അർത്ഥം. വിദ്യാഭ്യാസ തടസ്സം വന്നവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും. അനുകൂലമായി നിങ്ങൾക്ക് എല്ലാം വന്നു ചേരും. വീട് കൂടുതൽ മോടി പിടിപ്പിക്കാനും വാഹനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കും. വിവാഹത്തിന് അനുകൂല സമയമാണ്. സന്താന ഭാഗ്യം വന്നു ചേരും. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം അല്ല. തൊഴിൽ മാറുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു തൊഴിൽ നിന്നുകൊണ്ട് വേറൊരു തൊഴിൽ അന്വേഷിച്ചിട്ട് ആ തൊഴിലിലേക്ക് മാറുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ തൊഴിൽ മാറി ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്കത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അടുത്തത് മിഥുനക്കൂറ്. മകയിരം ആദ്യത്തെ കാൽഭാഗം, തിരുവാതിര, പുണർതം അവസാനത്തെ മുക്കാൽ ഭാഗം. ഇതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ പെടുന്ന മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർതം കാൽഭാഗം എന്നിവർക്ക് സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക. സാമ്പത്തികമായി ലഭിക്കേണ്ടവ വൈകാം. സാമ്പത്തികമായി ലഭിക്കേണ്ടതെല്ലാം വൈകിയേ കിട്ടുകയുള്ളൂ. ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ് ഈ കാലം. ഇതിനാൽ നിങ്ങൾ ദൈവങ്ങളെ പ്രീതി വരുത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ്. കലാകാരന്മാർക്ക് നല്ല കാലമാണ്. കഠിനാധ്വാനവും പ്രവർത്തന മികവും ഈ കൂറുകാർക്ക് ഉണ്ടാകും. കുടുംബസൗഖ്യം, സൽകീർത്തി ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് താൽക്കാലിക നഷ്ടങ്ങൾ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് അമിത ജോലിഭാരം അനുഭവപ്പെടും. അടുത്തത് കർക്കിടകം. പുണർതം ആദ്യത്തെ കാൽഭാഗം, പൂയം, ആയില്യം ഇവ ഉൾപ്പെടുന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽപ്പെടുന്ന പുണർതം കാൽഭാഗം, പൂയം, ആയില്യം എന്നിവർക്ക് നല്ല ദൈവാധീനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകും. പരീക്ഷകളിൽ വിജയമുണ്ടാകും. മധ്യവയസ്സുകാർക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല സമയമാണ് വന്നു ചേരുന്നത്. തൊഴിൽ മേഖലയിലും
നിങ്ങൾക്ക് നല്ലത് വന്നു ചേരും. സന്താനങ്ങൾക്ക് നല്ല കാലം ലഭിക്കും. കാര്യങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാകാതെ മുൻപോട്ട് പോകും. അടുത്തത് ചിങ്ങം. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇതാണ് ചിങ്ങക്കൂറ്. ആരോഗ്യപരമായും സാമ്പത്തികപരമായും നല്ല കാലമാണ്. കണ്ടകശനി ആയതിനാൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും അതെല്ലാം നീക്കി മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മെഡിക്കൽ, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഭൂമി, വീട്, വാഹനം എന്നിവയ്ക്ക് നല്ല അനുയോജ്യമായ സമയമാണ്. സന്താനങ്ങൾക്ക് പഠനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് സന്താനങ്ങൾക്ക് പഠനത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധ്യത ഉണ്ട്. ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് അതിന് അർത്ഥം വരുന്നത്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. അടുത്തത് കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ കാൽഭാഗം. ഈശ്വരാനുഗ്രഹമുള്ള സമയകാലമാണിത്. കല, സാഹിത്യം, നൃത്തം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വന്നു ചേരുന്നത്. തൊഴിൽപരമായി ലാഭമുണ്ടാക്കും. ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട്. പഠനത്തിന് മികച്ച സമയം തേടിയെത്തും. അതായത് പഠനത്തിന് നിങ്ങൾ ഒരു ഉപരിപഠനത്തിന് വേണ്ടി പുറത്തേക്കോ മറ്റോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത നിങ്ങളെ തേടി എത്തുമെന്നാണ് പറയുന്നത്. അമിത ജോലിഭാരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് തുലാം. തുലാക്കൂറിൽ പെടുന്നത് ചിത്തിര ആദ്യത്തെ കാൽഭാഗം, ചോതി, വിശാഖം അവസാനത്തെ മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ പെടുന്ന ചിത്തിര അവസാനം പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നിവർക്ക് സന്താനങ്ങൾക്കായി പണം ചെലവാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉപരിപഠനത്തിനോ മറ്റോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്താനങ്ങൾക്ക് വേണ്ടി പണം കൂടുതൽ ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാഴം മറഞ്ഞിരിക്കുന്ന സമയമായതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴിയുണ്ടാക്കും. മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കും. രോഗികൾക്ക് അല്പം ആശ്വാസം ലഭിക്കും. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. കലാ കായിക രംഗത്തുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകും. തൊഴിൽ രംഗത്ത് മിശ്രിത ഫലമാണ് പറയുന്നത്. തൊഴിൽ രംഗത്ത് മിശ്രിത ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ രംഗത്ത് ഗുണവും ഉയർച്ചയും താഴ്ചയും വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ശക്തിയായ ജോലി ഭാരമൊക്കെ അനുഭവപ്പെടാം. കുറച്ച് സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയം ലഭിക്കും. അത്തരത്തിലുള്ള ഒരു ഫലമാണ് ജോലി രംഗത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അടുത്തത് വൃശ്ചികം. വൃശ്ചികക്കൂറിൽ വിശാഖം ആദ്യത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവ ഉൾപ്പെടുന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് വീട്ടിൽ സമാധാനം സൃഷ്ടിക്കപ്പെടും. സമാധാനം ഉണ്ടാകും. വീട്ടിൽ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. ദാമ്പത്തിക സുഖമുണ്ടാവും. പുതിയ വീട് വാങ്ങാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള നടപടി നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനിക്കപ്പെടും. കുടുംബപരമായ സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നു. സന്താനങ്ങൾ മൂലം നേട്ടം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ ചേരാൻ സാധിക്കും. കലാ, സാഹിത്യം, സംഗീതം പോലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാവും. രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. അടുത്തത് ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ഇവ ഉൾപ്പെടുന്നതാണ് ധനുരാശി. ഇവർക്ക് അപ്രതീക്ഷിത ഭാഗ്യം വന്നു ചേരും. സാമ്പത്തിക ഞെരുക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രൊമോഷനും സ്ഥാനക്കയറ്റവും ഉണ്ടാവും. ഉദ്യോഗത്തിൽ വിജയം ലഭിക്കും. ഊഹക്കച്ചവടത്തിൽ മെച്ചമുണ്ടാവും. മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമല്ല. അടുത്തത് മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവ ഉൾപ്പെടുന്നതാണ് മകരക്കൂറ്. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും. എൻജിനീയറിംഗ്, കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം
ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നേട്ടം കൈവരിക്കും. വിവാഹ ഭാഗ്യം ഉണ്ടാകും. സന്താന ഭാഗ്യം. വിദേശ യോഗം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത കാണുന്നു. പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. കൃഷി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. അടുത്തത് കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, ചതയം, പൂരിട്ടാതി അവസാനത്തെ മുക്കാൽ ഭാഗം. ഇതാണ് കുംഭക്കൂറ്. ഇവർക്ക് ശനി അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. കാര്യതടസ്സം, വീഴ്ച, രോഗം എന്നിവ ഉണ്ടാവാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നു. വ്യാഴവും ശനിയും അനുകൂലമായതിനാൽ നല്ല ഫലം ലഭിക്കുന്നതാണ്. വീടിന് അനുകൂല സമയമാണ്. വ്യവസായികൾക്ക് അനുകൂല സമയമാണ്. വിവാഹത്തിന് അനുകൂല സമയമാണ്. വിദേശത്തും സ്വദേശത്തും തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയം വന്നു ചേരുന്നതാണ്. രാത്രികാലത്തെ യാത്ര ഒഴിവാക്കുന്നത് നല്ലതാണ്. മനസ്സിന് പൊതുവെ സുഖം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. അടുത്തത് മീനക്കൂറ്. പൂരിട്ടാതി ആദ്യത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവ ഉൾപ്പെടുന്നതാണ് മീനക്കൂറ്. ഇവർക്ക് കുടുംബ ജീവിതത്തിൽ നല്ല സമയം വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കും. ചില അലർജി രോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വീടിനും ഭൂമിക്കും ഒക്കെ നല്ല സമയമാണ്. കുടുംബജീവിതത്തിൽ നല്ലത് വരും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് നല്ല സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ വന്നു ചേരാം. യാത്രയ്ക്ക് അനുകൂലമല്ല. ഇത്രയും ഫലങ്ങളാണ് ഓരോ കൂറുകാരുടെയും സെപ്റ്റംബർ മാസം, അതായത് ഓണം മാസം വന്നു ചേരുന്നത്. നിങ്ങളുടെ ഏത് കൂറാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളവർ ക്ഷേത്രങ്ങളിലും മറ്റും ദർശനം നടത്തി അർച്ചന പോലുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും. ക്ഷേത്ര ദർശനം തന്നെ പുണ്യമാണ്. ജ്യോതിഷ സംബന്ധമായ വാർത്തകളും മറ്റും വേഗത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അധ്യായമായിട്ട് പിന്നീട് കാണാം. നന്ദി.